കേരളീയ കലാസംസ്കൃതി. ഭാരതത്തിലെമ്പാടും നൂറുകണക്കിന് കലാരൂപങ്ങൾ നൂറ്റാണ്ടുകളായി പിളർന്നു പോരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ കലാരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കാഴ്ചപ്രധാന കലകളുണ്ട്, കേൾവിപ്രധാന കലകളുണ്ട്, അനുഷ്ഠാന കലകളുണ്ട്, നാടൻ കലാരൂപങ്ങളുണ്ട്, അനുഷ്ഠാനവും നാടനും കൂടിയതുണ്ട്. അതുകൂടാതെ കാലങ്ങളിലൂടെയുള്ള അഭ്യാസം കൊണ്ട് വാസനയിലൂടെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ പഠന മനന നിധിധ്യാസങ്ങളിലൂടെ സമ്പുഷ്ടമായി തീർന്ന സമ്പന്നമായി തീർന്ന കലകളുണ്ട്. അങ്ങനെയുള്ള കലാരൂപങ്ങൾ മറ്റ് കലകൾ പോലെയല്ല. ഇങ്ങനെ സമ്പന്നമായി തീർന്ന കലകൾ ഏതാനും കലാരൂപങ്ങൾ മാത്രമേ, ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെ ഏത് പ്രദേശത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ സംസ്കാരത്തിൽ വളരെ കുറച്ച് മാത്രമേ ഇത്തരം കലാരൂപങ്ങളുള്ളൂ. കാരണം അതിൽ നൂറ്റാണ്ടുകൾ ആയിട്ട് പല പല ആചാര്യന്മാർ പല കാലങ്ങളിലൂടെ ആവിഷ്കരിച്ച ലാവണ്യത്തിൻ്റെ സൂക്ഷ്മതകളുണ്ട്. ഇതെല്ലാം ഒത്തുചേർന്ന ഉണ്ടായിട്ടുള്ള കലാരൂപങ്ങളാണ്. അങ്ങനെ ഭാരതത്തിലുണ്ടായിട്ടുള്ള കലാരൂപങ്ങളിൽ അത് ഉത്തർപ്രദേശിൽ കഥക്ക് ഉണ്ട്, പിന്നെ ഒറീസയിൽ ഒഡീസിയുണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശിൽ കുച്ചിപ്പുടിയുണ്ട്, തമിഴ്നാട്ടിൽ ഭരതനാട്യമുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന തെക്കേ അറ്റത്ത് കിടക്കുന്ന ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളം പോലുള്ളൊരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നിലധികം ശൈലീകൃത കലകൾ, അതായത് വളരെയധികം സിദ്ധിയുടെയും സാധനയുടെയും ദീർഘകാലത്തെ സംസ്കാരം കൊണ്ട് പ്രഫുല്ലമായിത്തീരുന്ന കലകൾ, അത് 3-4 കലകൾ കേരളത്തിലുണ്ട്. അത് വളരെ അത്ഭുതകരമായ ഒരു സാംസ്കാരിക സവിശേഷതയാണ്. കാരണം ഭാരതത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരു കലാരൂപം, ഒരു ദൃശ്യകല അല്ലെങ്കിൽ ഒരു ശ്രവ്യകല, ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, കർണാടക സംഗീതമുണ്ട്, അതുപോലെ കഥക്കുണ്ട് ഉത്തർപ്രദേശിൽ, ഒറീസയിൽ ഒഡീസിയുണ്ട്. ഇതൊക്കെ ഒന്നേ ഉള്ളൂ. പക്ഷേ രണ്ടാമതൊന്നും പറയാനില്ല. ഇതേപോലെയുള്ള ഇതേ അന്തസ്സോടുകൂടി ഇതേ സമ്പന്നതയോടുകൂടി നിലകൊള്ളുന്ന മറ്റ് കലകൾ അധികമില്ല. നേരെ വെച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്കറിയാം നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന സംസ്കൃത നാടക അഭിനയ പ്രസ്ഥാനമായ കൂടിയാട്ടമുണ്ട്. കൂടിയാട്ടം എന്നത് ഒരു സംസ്കൃത നാടകാഭിനയ രീതിയാണ്. പ്രശസ്തങ്ങളായ നാടകങ്ങളെ കാളിദാസൻ്റെയും ഭവഭൂതിയുടെയും ശ്രീനീലകണ്ഠൻ്റെയും തുടങ്ങി ഭാസൻ്റെയും അടക്കമുള്ള അനവധി നാടകങ്ങളെ, ശ്രീഹർഷൻ്റെ ഒക്കെയുള്ള നാടകങ്ങളെ ഒക്കെ അതിലെ തിരഞ്ഞെടുത്ത രംഗങ്ങളെ സവിശേഷമായ രീതിയിൽ അഭിനയ സങ്കേതങ്ങളെ കൊണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കുക, ആവിഷ്കരിക്കുക എന്ന ദൗത്യമാണ് കൂടിയാട്ടം പോലുള്ള കല നിർവഹിക്കുന്നത്. അപ്പോൾ കൂടിയാട്ടം പോലെ ഏകദേശം 1000 വർഷം പഴക്കം കണക്കാക്കുന്ന, പലരും 2000 വർഷം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അത്രയ്ക്ക് പോകണ്ട. ആദ്യത്തെ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ഏതാണ്ട് ഒരു 11-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയാം. 10-ാം നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരും. കുലശേഖരവർമ്മൻ്റെ സുഭദ്രാധനഞ്ജയം എന്ന നാടകമാണ് ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ തന്നെ ഒരു 1000 വർഷം പഴക്കം നമുക്ക് കണക്കാക്കിയാൽ മതി. അങ്ങനെ 1000 വർഷം പഴക്കമുള്ള സംസ്കൃത നാടകാഭിനയ പ്രസ്ഥാനമായ കൂടിയാട്ടം, 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ കൃഷ്ണാട്ടം പോലൊരു നൃത്തകലാ സംസ്കൃതി, 17-ാം നൂറ്റാണ്ടിൽ തന്നെ തൊട്ടു പിൻപേ വന്ന കഥകളി, നാട്യ നൃത്ത സംഗീത വാദ്യകലാ സംസ്കാരങ്ങളെല്ലാം സമന്വയിക്കുന്ന വളരെ സൂക്ഷ്മമായി സന്നിവേശിപ്പിച്ചെടുത്തിട്ടുള്ള അത്യത്ഭുതകരമായ ഒരു ദൃശ്യകലാരൂപമാണ് കഥകളി. ഇപ്പോൾ കഥകളി പോലുള്ളൊരു കല, അതുപോലെ മോഹിനിയാട്ടം എന്ന ഒരു സ്ത്രീ നർത്തന രൂപം, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഭരതനാട്യം ഉള്ളതുപോലെ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ കുച്ചിപ്പുടി ഉള്ളതുപോലെ കേരളത്തിന് തനതായ ഒരു സ്ത്രീ നർത്തന കലാരൂപം എന്നത് മോഹിനിയാട്ടമാണ്. അങ്ങനെ മോഹിനിയാട്ടം എന്ന ഒരു നൃത്തരൂപം ഉണ്ടാകുന്നു. പിന്നെ 18-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും തുള്ളൽ എന്നൊരു കലാരൂപം ഉണ്ടാകുന്നു. അതൊരു ഏകാഹാര്യ കലയാണ്.
അതിന് നൃത്തമുണ്ട്, നൃത്യമുണ്ട്, സംഗീതമുണ്ട്, നാട്യമുണ്ട്. ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു നടൻ തന്നെ വന്ന് ഇതെല്ലാം ഒന്നിച്ച് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ തുള്ളലിൽ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള വർണ്ണസങ്കുലമായിട്ടുള്ള നാട്യം കൊണ്ടും നൃത്തം കൊണ്ടും നൃത്യം കൊണ്ടും സംഗീതം കൊണ്ടും മേളം കൊണ്ടും സമൃദ്ധമായ കലകളുടെ ഒരു ആവാസ കേന്ദ്രമായി, വിളനിലമായി, കേദാരമായി കേരള ഭൂമി നിലകൊള്ളുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അഭിമാനിക്കാവുന്നൊരു വസ്തുതയാണ്. ഭൂവിസ്തൃതിയിൽ നമ്മുടെ മറ്റ് പ്രദേശങ്ങളെല്ലാം കേരളത്തിന് എത്രയോ മടങ്ങ് വിസ്താരത്തിൽ കിടക്കുന്നുണ്ടോ, എത്ര വലിയ ഭൂപ്രദേശങ്ങളാണോ അവയൊക്കെ, പക്ഷെ അവിടെയൊക്കെ നിലകൊള്ളുന്ന കലകൾ, ശൈലീകൃതമായ കലകൾ, ഏറ്റവും അധികം സംസ്കരിക്കപ്പെട്ട കലകൾ ഒന്നോ രണ്ടോ മാത്രം. പക്ഷെ കേരളത്തിൽ 3-4 കലകൾ പരസ്പരം ഉരുമ്മി നിലകൊള്ളുന്ന ഒരു കാഴ്ച, അത്ഭുതാവഹമായ ഒരു കാഴ്ചയാണ് കേരള സംസ്കാരത്തിൽ, കേരള ഭൂമിയിൽ നമ്മൾ സന്ധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. ആമുഖമായി ഒരു പശ്ചാത്തലം എന്ന നിലയിൽ കേരളത്തിൻ്റെ കലാസംസ്കൃതിയെപ്പറ്റി ഞാൻ ഇത്രയും പറഞ്ഞുവെന്ന് മാത്രം. നമ്മൾ കുറച്ച് കലകളെ മാത്രം പരാമർശിക്കുമ്പോൾ, കുറച്ച് കലകളെ മാത്രം സംഗ്രഹിക്കുമ്പോൾ ഒരുപാട് കലകൾ പിന്തള്ളപ്പെട്ടു പോകും. നേരെ മറിച്ച് പിന്തള്ളപ്പെട്ടു പോകുമോ എന്ന് നമുക്ക് ആശങ്കയുള്ള കലകളെ നമ്മൾ ഇവിടെ ചർച്ചയ്ക്കെടുക്കുകയാണെങ്കിൽ, വിശദമായൊരു പരിശോധനയ്ക്കെടുത്താൽ മറ്റ് കലകൾ, ഇവിടെ ഇപ്പോൾ പരിശോധനയ്ക്കെടുത്തിട്ടുള്ള കലകൾ പുറത്താവും. അപ്പോൾ ഏത് നിലയ്ക്കും നമ്മൾ കുറച്ച് കലകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, അവയെ വിചാരണ ചെയ്യുമ്പോൾ, അവയെ വിശകലനം ചെയ്യുമ്പോൾ മറ്റ് കലകൾക്ക് പിന്തള്ളപ്പെടാതിരിക്കാൻ സാധിക്കുകയില്ല. ഇതൊരു പരിമിതിയാണ്. അപ്പോൾ സാധ്യതയുടെയും പരിമിതിയുടെയും ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ കേരളത്തിൻ്റെ കലാസംസ്കൃതിയെ ശാസ്ത്രീയം എന്ന് വിവക്ഷിക്കപ്പെടുന്ന കലകളുടെ സവിശേഷതകളിലേക്ക്, സവിശേഷ സ്വഭാവങ്ങളിലേക്ക് ഇനി വരുന്ന ലക്കങ്ങളിൽ പ്രവേശിക്കുന്നത്. കാത്തിരിക്കുക. നന്ദി.